അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് വയ്ക്കാൻ പോകുന്ന കറി പരിപ്പും താളും. പരിപ്പ് വേവിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച്. പരിപ്പ് കുക്കറിൽ കഴുകിയിടുക, അല്പം വെള്ളം ഒഴിക്കുക, മൂടി വയ്ക്കുക, ഒറ്റ വിസിൽ വരുന്നതിൽ വേവിക്കുക. ഒറ്റ വിസിൽ വേണ്ട, അതിന് മുന്നേ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് താള് മുറിച്ചുകൊണ്ട് വരാം. താളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താള് നന്നായി കഴുകണം. മഴക്കാലത്താകുമ്പോൾ ചെറിയ ചെറിയ ജീവികളൊക്കെ അതിലുണ്ടാവും. ഉച്ചോ അല്ലെങ്കിൽ ചെറിയ എട്ടുകാലി പോലത്തെ ജീവികളൊക്കെ ഉണ്ടാവും. അതൊക്കെ കളഞ്ഞിട്ട് നല്ലത് നോക്കിയെടുക്കുക കേട്ടോ. പിന്നെ അത് കൊണ്ടുവന്നിട്ട് അത് നന്നായി കഴുകി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഈ പടം, ഇതുപോലെ ഒരു പാടയുണ്ട് അതിന്. ആ പാട ഇങ്ങനെ ചീന്തി കളയുക. കത്തി കൊണ്ട് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചീന്തി അത് പൊയ്ക്കോളും. നന്നായി കളയുക. ആ കറുത്ത പച്ചപ്പാടായിരിക്കുന്നത് കളയുന്നതാണ് നല്ലത്. എന്നിട്ട് അതൊന്നുകൂടെ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്, പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, താളകത്തും ചന്ദനം പുറത്തുനിന്ന്. ചന്ദനം നെറ്റിയിൽ തൊട്ടാലും താളുകറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണമാണ്. പണ്ട് ഓണക്കാലത്തൊക്കെ ഓണസദ്യ ഒരുക്കുന്നത്തെ പോലെ സമൃദ്ധമായ സദ്യ ഒന്നും ഒരുക്കാനായിട്ട് അന്നത്തെ എല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ താളുകറിയൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ടായിരിക്കും ഓണസദ്യ എന്ന് പറയുന്നത് അവരുടെ. പക്ഷേ അതിനന്ന് ഗുണമുണ്ട്. അന്ന് പറയും താള് കഴിച്ചു കഴിഞ്ഞാൽ തളർച്ച കൂടുമെന്ന് പറയും. പക്ഷേ താളിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഇക്കാലത്താണ് നമ്മൾ അറിയുന്നത്. വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് താള്. കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മൾ താളുകറി. ചിലർ പരിപ്പും താളിട്ട് കഴിക്കും. ചിലരെന്താ ചെയ്യാം, മരച്ചീനി, ഞങ്ങളിവിടെ കൊള്ളിക്കിഴങ്ങെന്ന് പറയും, തൃശ്ശൂർക്കാർ കൊള്ളിക്കിഴങ്ങെന്ന് പറയും. അതൊക്കെ ഇട്ട് വയ്ക്കാം, പരിപ്പിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിന്ന് അതിൻ്റെ പ്രിപ്പറേഷൻ കാണിച്ചു തരാം. അപ്പോൾ താള് നന്നായിട്ട് കഴുകി അതിൻ്റെ അറ്റത്ത് കറയുണ്ടാവും. ആ കറ നമ്മൾ ഡ്രസ്സിലാവാനും സമ്മതിക്കരുത്. ആയിക്കഴിഞ്ഞാൽ ഡ്രസ്സിൽ കറ പിടിക്കും. പിന്നെ മാത്രമല്ല ചെറിയ ചൊറിച്ചിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ മുറിച്ച് കൊണ്ടുവന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ വായുവിൽ തട്ടി വരുമ്പോൾ അതിനൊരു കറ പിടിക്കും. അപ്പോൾ ആ കറയുള്ള ഭാഗം അരിഞ്ഞ് മാറ്റിയിട്ട് വേണം നമ്മൾ അത് അരിഞ്ഞെടുക്കാനായിട്ട്, നമ്മൾ കറി വയ്ക്കാനായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് അരിഞ്ഞ് ആ അറ്റത്തെ ഭാഗം കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ കർക്കിടക മാസത്തിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ പത്തിലത്തോരനൊക്കെ വെച്ച് കഴിക്കും. എന്തൊക്കെയാണ്, താള്, തകര, മത്തില, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പയറില, കുമ്പളത്തില ഒക്കെ പെട്ടിട്ട്. അപ്പോൾ അതേ പരിപ്പ് വെന്തു. നമ്മൾ താള് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കുക്കറിലിട്ടു. അല്പം മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച്, ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത്, പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് അരച്ച് വയ്ക്കുക. അടച്ച് മൂടി വയ്ക്കുക. അടച്ച് മൂടി വെച്ച് അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി, ജീരകം, ഉള്ളി, വേപ്പില, പച്ചമുളക്, നാളികേരം എല്ലാം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഒന്ന് ചെറിയ പേസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ കുക്കറ് താള് വെന്തിട്ടുണ്ട്. വെന്ത് നല്ലോണം ഒതുങ്ങി അത് പോയി അതിലേക്ക് എത്തി. ഇനി നമുക്കത് ഈ അരപ്പ് കൊണ്ടുവന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പൊഴിച്ച് ഒരിത്തിരി നേരം അതൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് ആവി കയറാൻ വേണ്ടി മൂടി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കേട്ടോ, അതൊന്ന് മൂടി വയ്ക്കുക. ആ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ടാണ് അത് മൂടി വയ്ക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ കറിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നാക്കുളുക്കണ്, ഉപ്പും പുളിയും കൂട്ടുന്ന നാവല്ലേ എന്നുള്ളത് കൊണ്ട് നാക്കുളുക്കുന്നു. അതുകൊണ്ട് ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് അതന്നെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ നോക്കാം. വറുത്തിട്ടതിന് ശേഷം, എന്ത് കറിയായാലും വറുത്തിട്ടതിന് ശേഷം ഒരല്പസമയം മൂടി വയ്ക്കുന്നത് നമ്മൾ ആ വറുത്തിട്ടതിൻ്റെ ടേസ്റ്റ് കറിയിലേക്ക്, അതിൻ്റെ ആ ഫ്ലേവറുകളൊക്കെ കറിയിലേക്ക് ഇറങ്ങാൻ നല്ലതാണ്. വറുത്തിടാൻ ഞാൻ ഉപയോഗിച്ചത് ഒരു സ്പൂണ് ഉഴുന്ന്, ഒരു 2 മണി ഉലുവ, കടുക്, മുളക്, വേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ വറുത്തിടാൻ ഉപയോഗിച്ചേക്കുന്നത്. അപ്പം ഇന്നത് കൂട്ടി നമുക്ക് നല്ലൊരു ഊണ് കഴിച്ചാലോ? അപ്പം എങ്ങനെയാണ്, കഴിക്കാം? അപ്പം ക്യാരറ്റ് തോരനും ഇച്ചിരി തൈരും പിന്നെ മാങ്ങക്കറിയും അതുപോലെ തന്നെ പപ്പടവും, ഇത്രയും കൂടി ഇന്നത്തെ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം സമൃദ്ധിയായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ താളുകറി വിശേഷം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയുമായി വരാം. ബൈ. കൊതി വരുന്നുണ്ടോ? എന്തായാലും താളുകറി വെച്ച് നോക്കണേ എല്ലാവരും. ടാറ്റാ.